പ്രിയമുള്ളവരെ, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് നമ്മൾ അഭിമാനപൂർവം പറയുന്ന ഭരണഘടന ഇനി ഒരു ഓർമ്മയായിത്തീരുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അഖണ്ഡ ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഭരണഘടന തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അത് നാളെ ഫെബ്രുവരി 2 മഹാകുംഭമേളയിൽ വസന്ത പൗർണമി ദിവസം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള സ്വാമി ആനന്ദ് സ്വരൂപ് മഹാരാജ് പറയുന്നത് 2035 ഇന്ത്യ പൂർണ്ണമായും ഒരു ഹിന്ദു രാഷ്ട്രമാകും എന്നാണ്. ആ ഹിന്ദു രാഷ്ട്രത്തിൽ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇനി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, വേദങ്ങൾ പഠിച്ചവർക്ക് മാത്രമേ ഇനി ആ പാർലമെന്റിൽ അംഗങ്ങളായി പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. വോട്ട് ചെയ്യണമെങ്കിൽ അവൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മതങ്ങളുമായി ബന്ധപ്പെട്ടവരും മാത്രമായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ബുദ്ധമതസ്ഥർക്കും ജൈനമതസ്ഥർക്കും സിഖ് മതസ്ഥർക്കും ഒക്കെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ടാകും. പക്ഷേ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ തുടങ്ങിയവർക്ക് ഇനി വോട്ടവകാശം ഉണ്ടായിരിക്കുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ഭരണഘടന മനുസ്മൃതിയെയും ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തെയും ഒക്കെ പിൻപറ്റിക്കൊണ്ട് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അവർ പുറത്തു പറയുന്നു. ഈ പണ്ഡിതന്മാരൊക്കെ തന്നെ ബനാറസിലെ ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെയും ബനാറസിലെ തന്നെ മറ്റ് സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെയും സമ്പൂർണാനന്ദ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെയും ഡൽഹിയിൽ ഉള്ള സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെയും ഒക്കെ പണ്ഡിതരാണ് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉള്ളത് എന്ന് ടെലഗ്രാഫ് പറയുന്നു. അവർ പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് 127 രാജ്യങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്ക് 57 രാജ്യങ്ങളുണ്ട്, ബുദ്ധമതസ്ഥർക്ക് 15 രാജ്യങ്ങളുണ്ട്. എന്നാൽ 175 കോടിയോളം ആളുകൾ വിവിധ രാജ്യങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഹിന്ദു സമൂഹത്തിന് മാത്രം ഒരു രാജ്യമില്ല. ജൂതർക്ക് പോലും ഇസ്രായേൽ എന്നൊരു രാജ്യമുണ്ട്. ഈ കാരണത്താലാണ് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഹിന്ദു രാഷ്ട്രം വരുന്നതോടുകൂടി സർക്കാർ പിന്തുണയോടുകൂടിയുള്ള എല്ലാ മദ്രസകളും അടച്ചുപൂട്ടും എന്ന് പറയുന്നു. എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും വേദിക് സ്കൂളുകളാക്കി മാറ്റും എന്നും ഇതിൽ നിർദ്ദേശിച്ചിട്ടുള്ളതായിട്ടാണ് ടെലഗ്രാഫിലൂടെ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അത്യന്തം അപകടമായിട്ടുള്ള ഈ നീക്കത്തെ എല്ലാ അർത്ഥത്തിലും മതേതര വിശ്വാസികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ഇവിടുത്തെ മതസൗഹാർദ്ദം, വിവിധ മതസ്ഥർ ഒരുമിച്ച് നിൽക്കുന്ന, ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ അധസ്ഥിതനെന്നോ അധകൃതരെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ഒരു പൈതൃകം, എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുന്ന ഈ പൈതൃകം, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധം പോലും ഉണ്ടായിട്ടില്ലാത്ത കുറേ ആളുകൾ ഇന്ന് രാജ്യത്തിൻ്റെ മുഴുവൻ അവകാശവും ഏറ്റെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളായിട്ടുള്ള, ഇവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ കാര്യത്തിൽ
ഒരേ നിലപാടിൽ മുന്നോട്ട് പോകണം എന്നഭ്യർത്ഥിക്കുന്നു.